രാജ്യത്തെ പ്രമുഖ കമ്പനികളിലൊന്നായ ടാറ്റ ഗ്രൂപ്പ് കേരളത്തിലൊരു വലിയ നിക്ഷേപത്തിനൊരുങ്ങുകയാണെന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. മുഖ്യമന്ത്രി വി ഡി സതീശൻ ബ്ലൂംബെർഗിന് നൽകിയ ഒരു അഭിമുഖത്തിലാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. ടാറ്റ ഗ്രൂപ്പ് കപ്പൽ നിർമ്മാണത്തിനൊരുങ്ങുകയാണ്. അവർ അതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിൽ വലിയ നിക്ഷേപം നടത്തുന്നു. ഏകദേശം $1 ബില്യൺ എന്ന് വെച്ചാൽ 9,626 കോടി രൂപയുടെ നിക്ഷേപത്തിന് കേരളത്തിൽ ഇവർ ഒരുങ്ങുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ഇതിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ തന്നെ പറയുന്നുണ്ട്, ഇതിനു വേണ്ടിയിട്ടുള്ള സ്ഥലമടക്കമുള്ള സൗകര്യങ്ങൾ സർക്കാർ ചെയ്തു നൽകും. നിലവിലതിൻ്റെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 1 മാസത്തിനുള്ളിൽ ഇതിലൊരു തീരുമാനമാകുമെന്നാണ് പറയുന്നത്. എന്നാൽ ഇതിനെക്കുറിച്ചിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ ഈ ടാറ്റ ഗ്രൂപ്പ് അത്തരത്തിൽ ഔദ്യോഗികമായിട്ടുള്ള മറുപടികളൊന്നും വന്നിട്ടില്ല. അതേസമയം തന്നെ ഇന്നിത് വലിയ വാർത്തയായിട്ട് വന്നിട്ടുമുണ്ട്. നമുക്കറിയാം, നിലവിൽ അദാനി തുറമുഖം അത് SMCക്ക് അവരുടെ ഓഹരി കൈമാറ്റ കരാർ നൽകിയതിനെ തുടർന്ന് സർക്കാർ തന്നെ ഇതുവരെ അനുമതി നൽകിയിട്ടില്ല. അതൊരു വിവാദമായിട്ട് മറുവശത്തുണ്ട്. അതോടൊപ്പം തന്നെ വി ഡി സതീശൻ മുൻപ് ബജറ്റിലടക്കം പറഞ്ഞുകൊണ്ടിരുന്ന തുറമുഖത്തെ കേരളത്തിൽ ഒരു തുറമുഖ നഗരമാക്കി വികസിപ്പിക്കുക എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു സ്വപ്ന പദ്ധതിയും മറുവശത്തുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ടാറ്റ ഗ്രൂപ്പിൻ്റെ വലിയൊരു നിക്ഷേപം കൂടി കേരളത്തിലേക്ക് എത്തും എന്നുള്ള വാർത്തകൾ വരുന്ന അതിലേക്കാണ്. അജിംസ്, മുമ്പ് വി ഡി സതീശൻ തന്നെ ബജറ്റിൽ പറഞ്ഞിരുന്നു കേരളത്തെ ഒരു തുറമുഖ നഗരമാക്കി വികസിപ്പിക്കുക എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. അത് ഓപ്പറേഷൻ കേരള സമുദ്ര മിഷൻ എന്നൊരു പ്രൊജക്റ്റാണ് പറഞ്ഞത്. ഇന്നിപ്പോൾ അതിൻ്റെ ഒരു പരിപാടിയുടെ തുടക്കം കൂടിയിട്ട് തിരുവനന്തപുരത്ത് നടക്കുന്നുണ്ട്. ഇതിനു മുമ്പോടിയായിട്ട് 2-3 ദിവസങ്ങൾക്ക് മുമ്പ് ഈ പരിപാടിയായിട്ട് ബന്ധപ്പെട്ടവർ തന്നെ ഞെട്ടിക്കുന്ന ഒരു പ്രഖ്യാപനം വരുന്നുണ്ട് എന്ന രീതിയിലുള്ള ബൈറ്റുകൾ ചില മാധ്യമങ്ങൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഈ ടാറ്റ ഗ്രൂപ്പ് ഇത്രയും വലിയ നിക്ഷേപം നടത്തുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞ അദ്ദേഹത്തിൻ്റെ അഭിമുഖത്തിൻ്റെ ഭാഗങ്ങൾ കൂടിയിട്ട് പുറത്തു വരുന്നുണ്ട്. ബജറ്റ് അത് കഴിയുന്ന 1 മാസം, അപ്പോൾ ഇത്രയും വലിയൊരു നിക്ഷേപം പെട്ടെന്നൊന്നും ആയിരിക്കില്ലല്ലോ ഇതൊന്നും. ഈ ഷിപ്പിംഗ് സെക്ടറിൽ 10,000 കോടി എന്ന് പറഞ്ഞൊരു ജൈജാൻറ്റിക് എമൗണ്ട് ഒന്നുമല്ല. അങ്ങനെ ഒരു വലിയ 10,000 കോടി രൂപയുടെ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞ് എടുത്തു വെച്ച് ഷോക്കേസ് ചെയ്യാവുന്നൊരു പദ്ധതിയല്ല. പക്ഷേ വി ഡി സതീശൻ പറയുന്ന ഈ മാരിടൈം എക്കോണമിയുടെ കാര്യത്തിൽ ഒരു തുടക്കം എന്ന നിലയിൽ 10,000 കോടിയുടെ നിക്ഷേപം ടാറ്റ ഗ്രൂപ്പിൽ നിന്നുണ്ടാവുക എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ളതാണ്. ഒന്ന്, ടാറ്റയാണ് അത് ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. ടാറ്റ നമുക്കറിയാവുന്നതുപോലെ അവർ പ്രൂവ് ചെയ്തിട്ടുള്ളൊരു ഇൻഡസ്ട്രിയൽ ഗ്രൂപ്പാണ്. വലിയ സമ്പത്ത് ആസ്തിയുള്ള ഒരു ഗ്രൂപ്പ് ആണ് എന്നുള്ള അർത്ഥത്തിൽ ഒരു തുടക്കം എന്ന അർത്ഥത്തിൽ അതൊരു വളരെ പ്രാധാന്യമുള്ളൊരു പദ്ധതിയാണ്. അതുണ്ടെങ്കിൽ ഇപ്പോൾ ബ്ലൂംബെർഗിൻ്റെ കൊടുത്തിട്ടുള്ള ഇൻ്റർവ്യൂവിലാണ് അദ്ദേഹം അത് പറയുന്നത്. ഇന്ന് അദ്ദേഹം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അത് പറഞ്ഞിട്ടില്ല. അപ്പോൾ ചിലപ്പോൾ ഒരു പ്രൊപ്പോസൽ സ്റ്റേജിലുള്ളതായിരിക്കും, അതുകൊണ്ടായിരിക്കും അദ്ദേഹം പ്രഖ്യാപിക്കാത്തത്. പക്ഷേ അത് ഒരു തുടക്കമാണ്. നമ്മുടെ ഒരു മാരിടൈം എക്കോണമി എന്ന് പറയുന്ന വി ഡി സതീശൻ കാണുന്നൊരു പ്ലാനിൽ വളരെ പ്രധാനപ്പെട്ട ഒരു തുടക്കമാണ് ടാറ്റയുടെ ഒരു 10,000 കോടി നിക്ഷേപം എന്ന് പറയുന്നത്. ഇതേ ടാറ്റ തന്നെ ഈ കഴിഞ്ഞ വർഷം ഈ വർഷം ഫെബ്രുവരിയിൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് നടത്തിയിരുന്നു കൊച്ചിയിൽ. അപ്പോൾ വെല്ലിംഗ്ടൺ ഐലൻഡിൽ ഒരു ചെറുകിട കപ്പൽ നിർമ്മാണശാലയ്ക്ക് വേണ്ടിയുള്ളൊരു ധാരണാപത്രം ഒപ്പിട്ടിരുന്നു. ധാരണാപത്രമല്ല, ഒരു താല്പര്യപത്രം. അത് 100 ടണ്ണിന് മുകളിലുള്ള 100 ടൺ കപ്പാസിറ്റിയുള്ള ചെറുകിട ബോട്ടുകൾ, വലിയ ബോട്ടുകൾ അല്ലെങ്കിൽ ചെറുകിട കപ്പലുകൾ ഉണ്ടാക്കുന്നൊരു പ്രോജക്റ്റിനെ പറ്റിയാണ് അത് ആ താല്പര്യപത്രത്തിൽ ഒപ്പിട്ടത്. പക്ഷേ അത് മുന്നോട്ട് പോയില്ല, പിന്നെ ഇലക്ഷനൊക്കെ ആയല്ലോ. ഇനിയിപ്പോൾ അത് തന്നെയാണോ അത് ആ പ്രൊജക്റ്റ് തന്നെ ഒരു വികസിതമായൊരു പദ്ധതിയായി 10,000 കോടിയുടെ പദ്ധതിയായിട്ട് മാറ്റിയതാണോ എന്ന് നമുക്കറിയില്ല. ഈ പദ്ധതിയിൽ വലിയ കപ്പലുകളാണോ, ഇപ്പോൾ ഉദാഹരണത്തിന് പടക്കപ്പലുകൾ ഉൾപ്പെടെ അല്ലെങ്കിൽ വലിയ ക്യാരിയേഴ്സ് ഉൾപ്പെടെയുള്ള നിർമ്മിക്കാനുള്ള പ്രൊജക്റ്റാണോ എന്നും വ്യക്തതയില്ല. അതല്ല, ഇനി പറയുന്ന പോലെ ഇടത്തരം കപ്പലുകൾ അല്ലെങ്കിൽ ചെറുകിട കപ്പലുകൾ അല്ലെങ്കിൽ വലിയ ബോട്ടുകൾ നിർമ്മിക്കുന്ന പ്രൊജക്റ്റാണോ എന്ന് നമുക്കറിയില്ല. എന്തായാലും ഈ മാരിടൈം എക്കോണമിയുടെ കാര്യത്തിൽ ഒരു തുടക്കം എന്നുള്ളതിൽ ശുഭകരമായ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു സ്റ്റെപ്പായിട്ട് തന്നെ അതിനെ കാണാം. അതേസമയം തന്നെ അതൊരു കേരളത്തിന് എന്തെങ്കിലും പ്രത്യേകതരം അഡ്വാൻറ്റേജ് കൊടുക്കുന്ന ഒരു പദ്ധതിയായി മാറാനും സാധ്യതയില്ല. കാരണം ഇപ്പോൾ ഓൾറെഡി തന്നെ കൊച്ചി ഷിപ്പ്യാർഡുണ്ട്. കൊച്ചിൻ ഷിപ്പ്യാർഡ് ഒരു പൊതുമേഖലാ സ്ഥാപനമാണ്. അതുമായി ബന്ധപ്പെട്ട് അവരുമായൊരു ജോയിൻറ്റ് വെഞ്ചറിന് കൊറിയൻ കമ്പനിയായ ഹ്യുണ്ടായി ഒരു പ്രൊജക്റ്റുമായിട്ട് മുന്നോട്ട് വരുന്നുണ്ട്. അത് മൊത്തം കപ്പൽ നിർമ്മാണശാലയല്ല, വേറൊരു ജോയിൻറ്റ് വെഞ്ചറാണ്. കൊച്ചിൻ ഷിപ്പ്യാർഡും ഹ്യുണ്ടായും തമ്മിലുള്ള ജോയിൻറ്റ് വെഞ്ചറായിട്ട് ഒരു പ്രൊജക്റ്റ് പ്ലാനിലുണ്ട്. അത് 10,000 കോടി, $500 കോടി ഡോളറിൻ്റെയാണ്. ഏതാണ്ട് 40,000 മുതൽ 50,000 കോടി രൂപ വരെ വരുന്ന വലിയ പ്രൊജക്റ്റാണത്. അപ്പോൾ അതുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ പ്രൊജക്റ്റ് അത്ര ഒരു ജൈജാൻറ്റിക് പ്രൊജക്റ്റാണെന്ന് പറയാൻ കഴിയില്ല. എന്ന് മാത്രമല്ല, ഇതേ ഹ്യുണ്ടായി തന്നെ തൂത്തുക്കുടി സീപോർട്ടുമായി ബന്ധപ്പെട്ട് മറ്റൊരു ഗ്രീൻഫീൽഡ് ഷിപ്പ്യാർഡിന് വേണ്ടിയുള്ള പ്രൊജക്റ്റുണ്ട്. അതും ഏതാണ്ട് ഒരു $500 കോടി ഡോളറിൻ്റെ ഒരു 500 ബില്യൻ്റെയൊക്കെ ഒരു പ്രൊജക്റ്റാണ്. $500 ബില്യൺ പ്രൊജക്റ്റാണ്. അത് ഈ തൂത്തുക്കുടി പ്രൊജക്റ്റും കൊച്ചി പ്രൊജക്റ്റും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ ഹ്യുണ്ടായുടെ പ്രൊജക്റ്റുമായി താരതമ്യം ചെയ്യുമ്പോൾ ടാറ്റയുടെ ഈ പ്രൊജക്റ്റ് അത്ര ഒരു വലിയ പ്രൊജക്റ്റാണെന്ന് പറയാൻ കഴിയില്ല. പക്ഷേ ഇത്തരം പ്രൊജക്റ്റുകൾ കേരളത്തിലേക്ക് വരുന്നത് ഗുണകരമാവുക, വി ഡി സതീശൻ ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ള ഈ മാരിടൈം എക്കോണമിയുമായി ബന്ധപ്പെട്ട
ചെറിയ 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 സ്റ്റെപ്പുകളാണ്. അത് വളരെ ചെറുതാണെന്ന് ഞാൻ പറയുന്നില്ല, വളരെ പ്രധാനപ്പെട്ട ആദ്യ ചുവടുകളായിട്ട് തന്നെ ഇതിനെ കാണാം. ടാറ്റയുടെ പദ്ധതിയുടെ വിശദാംശങ്ങൾ നമുക്കറിയില്ല എങ്കിൽ പോലും അതെവിടെയാണ് വരാൻ പോകുന്നത്, കൊച്ചിയിലാണോ അല്ലെങ്കിൽ വിഴിഞ്ഞം കേന്ദ്രീകരിച്ചാണോ എന്ന് നമുക്കറിയില്ല. നേരത്തെ പ്രഖ്യാപിച്ച, ഞാൻ പറഞ്ഞ ഫെബ്രുവരിയിൽ ഒപ്പുവെച്ച താല്പര്യപത്രത്തിൻ്റെ ഒരു വികസിത രൂപമാണോ ഇതൊന്നും അറിയില്ല. എങ്കിൽ പോലും ഇതൊരു വളരെ നല്ലൊരു ആദ്യ ചുവടുവെപ്പായിട്ട് ഇതിനെ കാണാൻ കഴിയും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത് ബജറ്റിൽ പ്രഖ്യാപിച്ച ആദ്യത്തെ മാസത്തിൽ തന്നെ, ബജറ്റ് പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു മാസത്തിനുള്ളിൽ തന്നെ ഇങ്ങനൊരു പ്രൊജക്റ്റ് വരിക എന്നുള്ളത് തന്നെ വലിയ കാര്യമാണ്. അപ്പോൾ നമ്മളൊരു മാരിടൈം എക്കോണമിയുടെ പാതയിലേക്കുള്ള ആദ്യ ചുവടുകൾ വയ്ക്കുന്നു എന്ന് തന്നെ കാണാം. മറ്റൊന്ന് വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ടാണ്. വിഴിഞ്ഞം കേന്ദ്രീകരിച്ചും ഒക്കെ കൂടുതൽ പ്രൊജക്റ്റുകൾ വരുമായിരിക്കും. ഇപ്പോൾ MSC കമ്പനി അദാനി പോർട്ടിൻ്റെ ഷെയർ വാങ്ങിയ സാഹചര്യത്തിൽ അത്തരം എന്തെങ്കിലും പ്രൊജക്റ്റുകൾ ഇനി കൂടുതലായി വിഴിഞ്ഞത്ത് വരാൻ സാധ്യതയുണ്ടാകും. തീർച്ചയായിട്ടും അതൊരു കുതിച്ചാട്ടമാണ്. പക്ഷേ നമ്മൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യ ഈ കപ്പൽ നിർമ്മാണ രംഗത്ത് ഇന്ത്യ അത്ര വലിയൊരു പ്ലെയർ അല്ല ഗ്ലോബൽ ഇതിൽ നോക്കുകയാണെങ്കിൽ. അത് കൊറിയ, ചൈന, ജപ്പാൻ പോലുള്ള രാജ്യങ്ങളാണ് കൂടുതൽ മുൻപന്തിയിൽ നിൽക്കുന്നത്. പക്ഷെ നമ്മൾ അവിടേക്ക് മൊത്തം ഇന്ത്യ എന്ന രാജ്യം തന്നെ അതിലേക്ക് കുറേ കൂടി ശക്തമായി മുന്നോട്ട് പോകുന്നുണ്ട്. കേന്ദ്ര സർക്കാർ തന്നെ അത്തരം ചില പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ തൂത്തുക്കുടിയിലൊക്കെ ഹ്യുണ്ടായി വരുന്നത്, കൊച്ചിയിൽ ഹ്യുണ്ടായി വരുന്നതൊക്കെ. അപ്പോൾ വിദേശ കമ്പനികൾ വരുന്നതോടൊപ്പം ഇന്ത്യയിലെ ഒരു കമ്പനി ഇത്രയും വലിയൊരു പ്രൊജക്റ്റ് തുടങ്ങുന്നത് തീർച്ചയായിട്ടും ആശാവഹമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നിഷാദ്, സതീശൻ മുമ്പ് ബജറ്റിൽ പറഞ്ഞിരുന്നു, അല്ലെങ്കിൽ UDF മുന്നോട്ട് വെക്കുന്നൊരു സാധനം സ്വകാര്യ നിക്ഷേപത്തെ പരമാവധി പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത്. അതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നു പൊതുമേഖലയിലുള്ള സ്ഥാപനങ്ങൾ അത് നഷ്ടത്തിലേക്ക് വന്നാൽ അതിനെ വേണ്ട വിധത്തിൽ പരിഹരിക്കുക, അല്ലെങ്കിൽ സ്വകാര്യ മേഖലയ്ക്ക് കൈമാറുക അടക്കമുള്ള കാര്യങ്ങൾ ആലോചിക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിരുന്നു. ഇപ്പോൾ വലിയൊരു സ്വകാര്യ നിക്ഷേപം വരുന്നു ടാറ്റയുടേത്. അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുനിന്നിട്ട് പോലും ഇല്ല. പക്ഷേ ഈ ബജറ്റ് വരുന്നു, ഒരു മാസം അല്ലെങ്കിൽ സർക്കാർ മുന്നോട്ട് വെക്കുമ്പോഴത്തേക്ക് സതീശൻ അതിൻ്റെ അകത്തേക്കൊരു ടേക്ക് എടുത്തു കഴിഞ്ഞാൽ സതീശൻ അതിൻ്റെ അകത്ത് ഒരു സ്റ്റെപ്പ് മുന്നേറിക്കഴിഞ്ഞു എന്നുള്ളത് കാണാൻ പറ്റില്ലേ? അല്ല, സ്വകാര്യ മേഖലയുമായി പങ്കാളിത്തം ഉണ്ടാക്കുക, അതുവഴി വികസനത്തിൻ്റെ പുതിയ പടവുകൾ ചവിട്ടുക എന്നുള്ളത് കേരളത്തെ സംബന്ധിച്ച് അനിവാര്യമായ ഒരു ഘട്ടമാണ്. എന്ന് മാത്രമല്ല, അതിനോട് ആർക്കെങ്കിലും വിയോജിപ്പുണ്ടെന്നും എനിക്ക് തോന്നുന്നില്ല. കേരളത്തിൽ സ്വകാര്യ നിക്ഷേപം പരമാവധി കൊണ്ടുവരണം എന്ന കാര്യത്തിൽ ലെഫ്റ്റിന് പോലും പഴയപോലത്തെ ഒരു അഭിപ്രായമൊന്നും അല്ല ഉള്ളത്. നമുക്കറിയാവുന്ന പോലെ കഴിഞ്ഞ 10 വർഷക്കാലം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് ഏതൊക്കെ ഇൻ്റർനാഷണൽ കമ്പനികൾ കേരളത്തിൽ വന്ന് പ്രവർത്തിക്കുന്നു, ഏതൊക്കെ കമ്പനികൾ കേരളത്തിൻ്റെ സാധ്യതകളെ പ്രയോജനപ്പെടുത്തുന്നു, ആരൊക്കെ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നുവെന്ന് എല്ലാ വേദികളിലും പ്രസംഗിക്കുമായിരുന്നു നമ്മുടെ വ്യവസായ വകുപ്പ് മന്ത്രി P. രാജീവ്. ഏതൊക്കെ ഇൻ്റർനാഷണൽ കമ്പനികൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ടോ നിങ്ങൾക്ക് അറിയാമോ എന്ന് അദ്ദേഹം സദസ്സിനോട് ചോദിക്കും. എന്നിട്ട് അദ്ദേഹം ഓരോന്നിൻ്റെയും പേരെടുത്ത് പറയും. കേരളത്തിൻ്റെ സാധ്യതകളെ എങ്ങനെ പ്രയോജനപ്പെടുത്തുന്നു എന്നതിനെക്കുറിച്ച് അദ്ദേഹം എപ്പോഴും സംസാരിക്കും. എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ഒരു സ്റ്റോപ്പ് വാച്ച് വെച്ചിട്ട് നമ്മൾ സമയം തീരാൻ പോകുന്നതിനെക്കുറിച്ചുള്ള ആലോചനയിൽ എപ്പോഴും വിവിധ കമ്പനികളുമായിട്ടും ഇൻവെസ്റ്റേഴ്സുമായിട്ട് സംസാരിക്കുകയും പരമാവധി എങ്ങനെ നിക്ഷേപം കൊണ്ടുവരാമെന്ന് ആലോചിച്ചുകൊണ്ടിരുന്നൊരു മന്ത്രിയാണ്. സോ അതുകൊണ്ട് സ്വകാര്യ നിക്ഷേപം കൊണ്ടുവരിക കേരളത്തിലേക്ക് എന്നുള്ളത് ഇടതുപക്ഷമായാലും അത് UDFനായാലും വ്യത്യസ്ത അഭിപ്രായമുള്ള കാര്യമല്ല. ഞങ്ങൾ കൂടുതൽ നിക്ഷേപം കൊണ്ടുവന്ന എന്ന കാര്യത്തിൽ അഭിമാനിക്കുന്നവരായിരുന്നു പിണറായി വിജയൻ സർക്കാരിൻ്റെ വ്യവസായ മന്ത്രിയും സർക്കാർ തന്നെയും. അതുകൊണ്ട് അതിൽ തർക്കമൊന്നും ഉണ്ടാകാൻ വഴിയില്ല. അപ്പോൾ അതിൽ പരമാവധി എങ്ങനെ കേരളത്തിൻ്റെ സാധ്യതകളെ പ്രയോജനപ്പെടുത്താം, അൺടാപ്ഡ് ആയിട്ടുള്ള ഏരിയയിൽ നിന്ന് എന്തുമാത്രം കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരാമെന്നതിനെക്കുറിച്ചാണ് UDF ആലോചിക്കുന്നത്. UDF കുറച്ചുകൂടെ ഓപ്പൺ ആയിരിക്കും നടത്തുന്ന കാര്യത്തിൽ. നമുക്കറിയാമല്ലോ അതിൻ്റെ ഒരു സമീപന രേഖ അങ്ങനത്തേതാണ്. അപ്പോൾ ഇതിലിപ്പോൾ ടാറ്റ ഗ്രൂപ്പ് 10,000 കോടി മുടക്കുന്നു എന്ന് പറഞ്ഞാൽ ഭയങ്കര പൈസയാണ്, 10,000 കോടി രൂപ. ഇപ്പോൾ കപ്പൽ വ്യവസായം ആകുമ്പോഴാണ് നേരത്തെ അജിംസ് പറഞ്ഞ പോലെ, കപ്പൽ വ്യവസായം ഇപ്പോൾ ഒരു സാധാരണ ഒരു ടാങ്കർ നമുക്ക് നീറ്റിലിറക്കണമെങ്കിൽ ഏതാണ്ട് 1,500 കോടി രൂപ വേണമെന്ന് പറയുന്നു. 1,500 കോടി രൂപ വേണം ഒരു ടാങ്കർ ഷിപ്പ് ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ അത് വാങ്ങി നീറ്റിലിറക്കുകയോ ചെയ്യുന്നതിന്. അപ്പോൾ 10,000 കോടി എന്ന് പറഞ്ഞാൽ ഒരു 1/2 ഡസൻ ഒക്കെ അല്ലേ വാങ്ങിക്കാൻ പറ്റുള്ളൂ, പരമാവധി പോയാൽ ഷിപ്പ് വാങ്ങിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഉണ്ടാക്കാനുള്ള ഒരു വലിയ ഫാക്ടറി ഇനീഷ്യേറ്റീവ് ആണെങ്കിൽ അത് പിന്നെയും കുറച്ചുകൂടി വേറെ ചിലവുകളൊക്കെ ഉണ്ടാവുമല്ലോ. സോ അതുകൊണ്ട് അങ്ങനെ ഭയങ്കര ഹ്യൂജ് ആണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ 10,000 കോടി രൂപയുടെ നിക്ഷേപം കേരളത്തിലേക്ക് വരിക എന്നത് കേരളത്തെ സംബന്ധിച്ച് സാമ്പത്തികമായി ഉത്തേജിപ്പിക്കുന്ന ഒന്നാണ്, വലിയ തൊഴിൽ സാധ്യതകൾ തുറക്കുന്ന ഒന്നാണ്. പുതിയൊരു ഏരിയ ഡെവലപ്പ് ചെയ്യുന്നു, അതിൻ്റെ പശ്ചാത്തല വികസനം വരുന്നു. ആ നിലയ്ക്ക് ഭയങ്കരമായ ബൂം ഉണ്ടാക്കാൻ പോവുകയാണ്. ടാറ്റ അത് കൺഫേം ചെയ്യണം. അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ടാറ്റയെ സംബന്ധിച്ച് ഇപ്പോൾ അവർക്ക് ഇറങ്ങാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട ഫീൽഡുമാണ് കപ്പൽ നിർമ്മാണശാല അല്ലെങ്കിൽ കപ്പൽ നിർമ്മാണം എന്നൊക്കെ പറയുന്നത്. ടാറ്റ സ്റ്റീലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഉരുക്ക് നിർമ്മാണ അല്ലെങ്കിൽ പ്രൊവൈഡിങ് കമ്പനി. അപ്പോൾ അവരെ സംബന്ധിച്ച് കപ്പൽ നിർമ്മാണത്തിന് ഏറ്റവും കൂടുതൽ വേണ്ടതെന്നാണ് സ്റ്റീലാണ്. അപ്പോൾ ആ കമ്പനിക്ക് സ്വയമേവ കണ്ടെത്താൻ കഴിയും അതിൻ്റെ പ്രധാനപ്പെട്ട അസംസ്കൃത വസ്തുക്കളെല്ലാം എന്ന പ്രത്യേകതയുണ്ട്. നേരത്തെ അജിംസ് പറഞ്ഞ പോലെ നമ്മൾ ഈ കപ്പൽ നിർമ്മാണ മേഖലയിൽ മറ്റ് ഏഷ്യൻ രാജ്യങ്ങളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ വളരെ പിന്നിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ്. ചൈനയാണ് അതിലെ ഏറ്റവും വലിയ ഏരിയ കൈകാര്യം ചെയ്യുന്നത്. പിന്നെ ജപ്പാൻ അല്ലെങ്കിൽ ദക്ഷിണ കൊറിയ ഇവരൊക്കെയാണ്. അപ്പോൾ ഇങ്ങോട്ട് നമ്മളെ സംബന്ധിച്ച്
ഇപ്പോൾ മോദി സർക്കാർ എന്തോ അമൃത്കാൽ ഷിപ്പിംഗ് മാരിടൈം എന്തോ ഒരു പരിപാടിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് കൂടുതൽ ഈ മേഖലയിൽ കൂടുതൽ വികസനം കൊണ്ടുവരിക, കൂടുതൽ കപ്പൽ നിർമ്മാണശാല ഉണ്ടാക്കുക, കൂടുതൽ പോയിന്റുകൾ നിർമ്മിക്കുക എന്ന് പറഞ്ഞ ഒരു ഐഡിയ കേന്ദ്ര സർക്കാർ തന്നെ ഇനീഷ്യേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഇപ്പോൾ പണമിറക്കാൻ വന്നാൽ സർക്കാരിൻ്റെ കൂടുതൽ ഇളവുകൾ, അനുമതികൾ തുടങ്ങിയ സാധ്യതകൾ, സഹകരണം എല്ലാം കിട്ടുകയും ചെയ്യും. ടാറ്റയെ സംബന്ധിച്ച് സ്റ്റീൽ മുഖ്യ സംഗതിയായിട്ടുള്ള ഒരു വ്യവസായത്തിലേക്ക് ഇറങ്ങുന്നത് അവർക്ക് കുറച്ചൊരു കാര്യങ്ങൾ ഈസി ആയിരിക്കാം. കേരളം പോലെ ഒരു സ്ഥലത്തിൻ്റെ സവിശേഷത കാണേണ്ടതുണ്ട്. കേരളത്തിൻ്റെ മാരിടൈം പോയിൻ്റ് എന്ന് വെച്ചാൽ അത് ലോകത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖം ഓപ്പൺ ആവാൻ പോകുന്നു. കൊച്ചിയിൽ കപ്പൽ നിർമ്മാണശാലയുണ്ട്, അവിടെ തുറമുഖമുണ്ട്. സോ കേരളം ഈ മാരിടൈം വേൾഡിൽ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ആയിരിക്കെ അവിടെ കപ്പൽ നിർമ്മാണശാല തുടങ്ങാൻ അല്ലെങ്കിൽ ഷിപ്പിംഗ് ഇൻഡസ്ട്രിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ടാറ്റ വരാൻ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ അത്ഭുതമൊന്നുമില്ല. അവരുടെ ഒരു മികച്ച തീരുമാനമായിരിക്കും. അത് ഒരു പോസിബിൾ ആയിട്ടുള്ള ഒരു ഡിസിഷനാണ് എന്നാണ് കാണേണ്ട കാര്യം. അപ്പോൾ അത് കൊണ്ടുവരാൻ സർക്കാരിന് കഴിയുന്നുണ്ടെങ്കിൽ, അത് വേഗത്തിലാക്കാൻ സർക്കാരിന് കഴിയുന്നുണ്ടെങ്കിൽ സർക്കാരിനെ സംബന്ധിച്ച് നേട്ടം തന്നെയാണ്. കേരളത്തിൻ്റെ വികസനത്തിന് നിർണായകമായിട്ടുള്ളൊരു പങ്ക് വഹിക്കും എന്ന് തന്നെ സാധാരണ നിലയ്ക്ക് വിചാരിക്കണം. ഇന്ത്യയിലാകമാനം, ഇന്ത്യയിലെ ഷിപ്പിംഗ് സെക്ടറിൽ അല്ലെങ്കിൽ എന്താണ് ഷിപ്പിംഗ് നിർമ്മാണ മേഖലയിൽ വലിയ ഒരു കോൺട്രിബ്യൂഷൻ കേരളത്തിലെ ഒരു ഫാക്ടറി ആ നിലയ്ക്ക് അങ്ങനെയാണെങ്കിൽ നൽകാൻ പോവാണ്. സോ അത് ഭയങ്കര ഇമ്പാക്റ്റ്ഫുൾ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അതിനൊരു ക്ലാരിറ്റി വരേണ്ടതുണ്ട്. ഇപ്പോഴും ടാറ്റ അക്കാര്യത്തിലൊരു കൺഫർമേഷൻ തന്നിട്ടില്ല. ഒരുപക്ഷെ ഗവൺമെൻറ്റിന് അവർ ഒരു അപ്രൂവൽ പ്രതീക്ഷിക്കുകയായിരിക്കും. ഇനി ഗവൺമെൻറ് അത് പരിശോധിച്ച് അപ്രൂവൽ കൊടുത്തതിന് ശേഷം ഒഫീഷ്യലി അതിനിപ്പോൾ പ്രഖ്യാപിക്കാനിരിക്കുകയാണോ എന്നറിയില്ല. ഇന്നെന്തായാലും ഇന്നത്തെ ക്യാബിനറ്റ് ബ്രീഫിങ്ങിന് ശേഷം ഒരുപക്ഷെ അത് സംസാരിക്കേണ്ടതായിരുന്നു. അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുമില്ല. സോ അതൊരു വ്യക്തതയും ക്ലാരിറ്റിക്ക് വരട്ടെ, അപ്പോഴാണ് നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ കമൻറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും അത് വന്നാൽ സ്വകാര്യ മേഖലയിലെ വലിയ നിക്ഷേപങ്ങൾ കേരളത്തെ വലിയ തോതിൽ ചലനാത്മകമാക്കുന്ന കാര്യത്തിൽ തർക്കമില്ല. സർക്കാരിനെ സംബന്ധിച്ച് ഇനി പ്രൊവൈഡ് ചെയ്യാൻ കഴിയുന്ന ജോലി, കൊണ്ടു നടക്കാൻ കഴിയുന്ന സംരംഭങ്ങൾ, ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയുന്ന പൈസ, ഇതൊക്കെ ഭയങ്കര പരിമിതമാണ്. ഗവൺമെൻറ് വളരെ ചുരുങ്ങി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഗവൺമെൻറ് കയ്യിൽ പൈസ ഇല്ല എന്ന് നമുക്കറിയാം. സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതികളുടെ പേരിൽ പോലും വലിയ തോതിലുള്ള സമ്മർദ്ദം ഇപ്പോൾ അനുഭവിച്ചു തുടങ്ങിയിട്ടുണ്ട്, നമുക്കറിയാമല്ലോ. സോ അതുകൊണ്ട് സ്വകാര്യ കമ്പനികൾ വന്നാൽ സ്വകാര്യ കമ്പനികളെ സംബന്ധിച്ച് അവരുടെ സക്സസ് അവരുടെ മുമ്പിലുള്ള വെല്ലുവിളിയാണ്. ആ വെല്ലുവിളി അവർ ഏറ്റെടുക്കും. ഗവൺമെൻറ് ഒരു സംരംഭത്തിൽ കാശിറക്കാൻ പോയാൽ സംഭവിക്കാമെന്ന് പോകുന്ന പലതരം പരിമിതികൾ നമുക്കറിയാമല്ലോ. പൈസ ഇറക്കിയിട്ട് ചിലപ്പോൾ ഇറക്കിയ പൈസ മുഴുവൻ വെള്ളത്തിലാവുകയും ചെയ്യും. എന്നാൽ ആ സ്ഥാപനത്തെ സംരക്ഷിക്കേണ്ടിയും വരും, സ്ഥാപനത്തിലുള്ള ആൾക്കാരെ സംരക്ഷിക്കേണ്ടി വരും. സ്വകാര്യ സ്ഥാപനങ്ങളെ സംബന്ധിച്ച് അവർ വികസനം അല്ലെങ്കിൽ അവരുടെ സക്സസ് മാത്രമാണ് ലക്ഷ്യം. ഗവൺമെൻറ് അതിനാവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ പ്രൊവൈഡ് ചെയ്താൽ മതി. നഷ്ടമുണ്ടായാൽ ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് ഭയങ്കരമായിട്ട് ഇമ്പാക്റ്റ് ചെയ്യാനും പോകുന്നില്ല. സോ അങ്ങനെ പല പല ഘടകങ്ങളുണ്ട്. സ്വകാര്യ മേഖലയുടെ അപകടകരമല്ലാത്ത എല്ലാ സഹകരണത്തെയും നമ്മൾ ഇൻവൈറ്റ് ചെയ്യേണ്ട സമയമാണ്. അപ്പോൾ ഇത് ആ നിലയ്ക്ക് വന്നാൽ ഗംഭീരമായിരിക്കാനാണ് സാധ്യത. ഈ ടാറ്റയുടെ നിക്ഷേപത്തെക്കുറിച്ചിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ പുറത്തു വന്നിട്ടില്ല. അതേസമയം സർക്കാർ ഇതിന് അനുകൂലമാണെന്നുള്ള കാര്യം മുഖ്യമന്ത്രി തന്നെ അഭിമുഖത്തിൽ പറയുന്നുണ്ട്. വളരെ വേഗത്തിൽ അതിൻ്റെ നടപടികൾ കൈക്കൊള്ളും എന്നുള്ള. എന്തായാലും അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരട്ടെ, അതിൽ വ്യക്തത വരട്ടെ എന്നാണ് പറയാനുള്ളത്.